ഹലോ, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് കലോത്സവം നടക്കുകയാണ്. ആര്യനാട് സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾക്ക് വെമ്പായത്ത് കണിയാപുരം സ്കൂളിൽ നടക്കുന്ന ഒരു കലോത്സവത്തിൻ്റെ മേക്കപ്പ് ഉണ്ടായിരുന്നു. വെമ്പായത്ത് വെച്ചിട്ടായിരുന്നു. ആദ്യം ഞാൻ ആ കുട്ടിയെ ചെന്ന് നമ്മളൊരുക്കി. അവൾ നാടോടി നൃത്തത്തിനാണ് ഉണ്ടായിരുന്നത്. ഉടനെ ആര്യനാട് പോകണമായിരുന്നു. അതിനുള്ള ഓട്ടമാണ് കേട്ടോ. ഈ കെട്ടുംപാട്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ സംഘനൃത്തത്തിന് കുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് 2 ഒപ്പന ടീം ഉണ്ടായിരുന്നു. അവരെ ഒരുക്കി. അത് കഴിഞ്ഞ ഉടനെ എന്തോന്നാണ് 2 നാടോടി നൃത്തം ഉണ്ടായിരുന്നു. ഒന്ന് നമ്മളെ മോള് മിഴിക്കുട്ടി തന്നെയാണ് കേട്ടോ. അവളെ ഒരുക്കി. പിന്നെ അമ്മയെ കൂടെ കൊണ്ടുപോയി. കാരണം അവളെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ടീമിലുണ്ടായിരുന്ന മണവാട്ടി കുട്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിഴിക്കുട്ടനെയൊക്കെ ഒരുക്കി അങ്ങനെ ഇരുത്തി. സുന്ദരിയായിട്ടുണ്ടല്ലേ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിലോട്ട് ഓടി. സംഘനൃത്തത്തിൻ്റെ ആണ് കേട്ടോ. ഇത് ആട്ടാൾ സ്കൂളിലാണ്. 2 ടീം സംഘനൃത്തം ഉണ്ടായിരുന്നു. ആനാട് സ്കൂളിൻ്റെ ആട്ടാൾ സ്കൂളിൻ്റെ. അങ്ങനെ ഇവർ വിഷ്ണുമായ എന്നുള്ളൊരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല കോസ്റ്റ്യൂമും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവരെ ഒരുക്കി കഴിഞ്ഞ ഉടനെയാണ് അവർ പാമ്പിൻ്റെ ഒരു ഡാൻസാണ് കളിച്ചത് കേട്ടോ. നാഗത്തിൻ്റെ. ഇവർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ അപ്പോൾ എല്ലാവരും നീലമയം കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും എല്ലാമായിട്ട് ഒരു നീലമയത്തിലുണ്ടായിരുന്നു. ഇവരാണ് നാഗത്തിൻ്റെ ഡാൻസ് കളിച്ചത് കേട്ടോ. അതും കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. തലയിലൊക്കെ വയ്ക്കുന്ന നാഗവും എല്ലാം കൂടെ ആയപ്പോൾ സെറ്റായിരുന്നു. ഇതിൻ്റെ കൂടെ കളിക്കാൻ തന്നെയുള്ള ഒരു കുറിപ്പാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന. അവൾക്ക് ലാസ്റ്റായിരുന്നു നാടോടി നൃത്തം കൂടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ആ കുട്ടി നാടോടി നൃത്തത്തിനൊക്കെ ഒരുങ്ങി. എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും കയ്യിലില്ലാത്തത് കൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇവരിൽ 1-2 പേരൊക്കെ ഡാൻസ് പഠിക്കാൻ പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഡാൻസ് പഠിക്കാത്ത കുട്ടികളാണ്. എന്നാൽ പോലും കലയോട് ഭയങ്കര ആത്മാർത്ഥതയുള്ള കുട്ടികളാണ് കേട്ടോ. ഓരോരുത്തരും ഇതിനു വേണ്ടി ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് കുറേ കാലം കൊണ്ട് ഇതിൻ്റെ പിറകെ നടന്ന് അങ്ങനെ ചെയ്യുന്നവരാണ് കേട്ടോ. ഇതാണ് ഇത്രയും നേരം എനിക്ക് ഓടി നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് തന്ന ശിവഗംഗ കുട്ടി. ലാസ്റ്റാണ് അവൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഇവർക്ക് ലാസ്റ്റ് ഒരു നാടോടി നൃത്തവും കൂടി ഉണ്ട്. ഈ മേക്കപ്പ് ഫുൾ അഴിച്ചിട്ട് വേണം അതിന് വേണ്ടി റെഡി. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് തലയൊക്കെ അങ്ങനെ സെറ്റാക്കി അവർ ഫുൾ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. വീഡിയോ കാണുന്നതിനെക്കാട്ടി അവർ അത്രയ്ക്കും വേണ്ടി ഇത് എഫേർട്ട് എടുത്ത് കളിക്കുകയും കൂടി ചെയ്ത് അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇത് അതിനിടയ്ക്കുണ്ടായിരുന്ന നാടോടി നൃത്തത്തിൻ്റെ ഒരു കുട്ടിയാണ്. ഈ കളിക്കുന്നത് ഞങ്ങളുടെ ഗവൺമെൻറ് UPS പനയമുട്ടം സ്കൂളിലെ കുഞ്ഞു കുരുന്നുകളാണ്. എന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ തന്നെയാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ചെയ്തപ്പോഴൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവർ എന്തോന്നാണ് ഒരു 2 ആഴ്ച കൊണ്ട് പഠിച്ച് സ്റ്റേജിൽ കയറിയതാണ്. ടീച്ചർ ആര്യ ടീച്ചറിൻ്റെ ഒരു എഫർട്ട് കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ അവരെ കയറ്റിയതാണ്. ഇതിൽ മിഴിക്കുട്ടൻ്റെ കഥകളിപ്പതൊക്കെ കണ്ട് ചിരിയും വന്ന് അതിൻ്റെ കൂടെ കണ്ണ് നിറയുകയും കൂടി ചെയ്ത് കുഞ്ഞു വാവകൾ എന്തൊക്കെ കളിച്ചോ ആവോ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് മിഴി ഓഫായി ഉറങ്ങിപ്പോയി. എന്നാൽ പിന്നെ ഓക്കെ.